3 മാസം നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിലാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച കൊലപാതകം നടപ്പാക്കാനായിരുന്നു ആദ്യ പദ്ധതി. ശ്രമം പാളിയതോടെ വ്യാഴാഴ്ച പുലർച്ചെ ബിജുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ബിജുവിന്റെ വീടും പരിസരവും ഉൾപ്പെടെ പ്രതികൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ ബിജു വീടിന് പുറത്ത് സ്കൂട്ടറിൽ ഇറങ്ങിയപ്പോൾ പ്രതികൾ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയ ബിജുവിനെ ഒമ്നി വാനിൽ വെച്ച് ക്വട്ടേഷൻ സംഘം ക്രൂരമായി മർദ്ദിച്ചു. ബിജുവിന്റെ വീടിന് സമീപത്തും തട്ടിക്കൊണ്ടുപോയ സ്ഥലമായ കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌൺ എന്നിവിടങ്ങളിലും പ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ ബിജുവിന്റെ ചെരുപ്പ്, ആക്രമണത്തിന് ഉപയോഗിച്ച പെപ്പർ സ്പ്രേ, കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിടാൻ ഉപയോഗിച്ച കമ്പി എന്നിവ കണ്ടെടുത്തു. ഒന്നാം പ്രതി ജോമോനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അടുത്ത ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതി ആഷിഖിനായും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിനിടെ ജോമോനും ബിജുവും തമ്മിലുണ്ടായ സാമ്പത്തിക കരാറിന്റെ പകർപ്പും പുറത്തുവന്നു. ഓഗസ്റ്റ് 27-നാണ് ഉപ്പുതുറ പോലീസിന്റെ മധ്യസ്ഥതയിൽ കരാറിലേർപ്പെട്ടത്. വ്യവസ്ഥകൾ പ്രകാരം ബിജു ജോമോന് ടെമ്പോ ട്രാവലർ, ആംബുലൻസ്, മൊബൈൽ ഫ്രീസർ എന്നിവ ഉൾപ്പെടെ കൈമാറാനുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ കരാർ പാലിക്കണമെന്നും വ്യവസ്ഥയിലുണ്ടായിരുന്നു. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് ക്വട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയെന്നാണ് ജോമോന്റെ മൊഴി. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.